2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഗതിവേഗം വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 11 വർഷത്തെ ഭരണം കൊണ്ട് 2047 വികസിത രാജ്യമെന്ന രാജ്യത്തിന്റെ വികസന കുതിപ്പിന് നരേന്ദ്രമോദി സർക്കാർ ഗതിവേഗം കൂട്ടിയതായി കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മോദി സർക്കാർ തുടർച്ചയായി 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രക്രിയ അതിശക്തമായി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഓരോ പ്രതലത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായ ഫോട്ടോ ഫിനിഷിലേക്ക് കൊണ്ടുവന്ന് വിജയം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടാവേണ്ടതായ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാറ്റിനും ഒരുപോലെ മുൻതൂക്കം നൽകിക്കൊണ്ട് നടത്തിയ ഒരു ഗവർണൻസിൻ്റെ യാത്ര എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടിവിടെ വിവരിച്ച് ഒരു പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നതല്ല. കോടിയിൽ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് PM കല്യാൺ ഗരീബ് യോജനയുടെ കീഴിൽ സൗജന്യ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. PM സ്വനിധി, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി വഴി 68 ലക്ഷത്തിലധികം കച്ചവടക്കാർക്ക്, തെരുവുകളിലുള്ള കച്ചവടക്കാർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. 68 ലക്ഷം പേർക്കാണ്. രാജ്യം 10ൽ നിന്നും 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി എന്നതിനോടൊപ്പം 25 കോടിയിലേറെ പേരെ ദരിദ്രത്തിൽ നിന്നും കരകയറ്റാനും മോദി സർക്കാരിന് കഴിഞ്ഞു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം 81 കോടിയിലധികം പേർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പാവപ്പെട്ടവർക്കായി 4 കോടിയിലധികം വീടുകൾ നിർമ്മിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ 10.33 കോടി വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. ചെറുകിട സംരംഭകർക്കായി പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ 52.5 കോടി വായ്പകളിലായി 33.8 ലക്ഷം കോടി രൂപ നൽകിയതായും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷെയ്ജു, ഇൻഡസ്ട്രിയൽ സെൽ സംസ്ഥാന കൺവീനർ A അനൂപ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.